ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുഖം എങ്ങനെ നമുക്ക് വളരെ മൃദുലവും അതുപോലെ ഭംഗിയാർന്നതും പ്രായം കുറഞ്ഞ് തോന്നിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുൻപിട്ട വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ബ്യൂട്ടി ടിപ്സിൻ്റെ അതൊന്നും കാണാത്തവരൊന്ന് പോയി കാണണം. അതായത് മുട്ട വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് മുട്ടയുടെ വെള്ള എടുത്തിട്ട് നമ്മൾ മുഖത്ത് പുരട്ടുന്നത് എങ്ങനെയാണെന്നും അതിലൂടെ നമ്മുടെ മുഖത്തിന് കിട്ടുന്ന ഗുണങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പം മുട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുട്ട എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിക്കാനും അതുപോലെ മുഖത്തെ കുരുക്കളെല്ലാം മുഖക്കുരു എല്ലാം ഇല്ലാതാക്കാനും മുഖത്തെ അമിതമായിട്ടുള്ള രോമവളർച്ച തടയുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതുകൂടാതെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നമുക്ക് സാഗിങ് എന്ന് പറയുമല്ലോ, നമ്മുടെ തൊലി ഇങ്ങനെ തൂങ്ങുന്നതിന് മുഖം ഇങ്ങനെ തൂങ്ങിപ്പോകുമല്ലോ പ്രായം ഏജ് കൂടുമ്പോൾ ഒരു 40-45 വയസ്സെല്ലാം ആകുമ്പോൾ നമുക്ക് നമ്മുടെ തൊലിയെല്ലാം ഇങ്ങനെ തൂങ്ങി വരും അല്ലേ, പലർക്കും ഉണ്ടാവും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതൊക്കെ ഒഴിവാക്കാം. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് എപ്പോഴും. നമ്മുടെ വീട്ടമ്മമാർക്ക് ഇഷ്ടം പോലെ പണി ഉണ്ടാവും. കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറുതായിട്ട് നോക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ, ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് തേച്ച് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പണികളെല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിനായിട്ട് നമുക്ക് ഒന്നും ഇരിക്കേണ്ട സമയമില്ല, കുറച്ച് സമയം അത് തേച്ച് പിടിപ്പിക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് എപ്പോഴും നല്ല ഭംഗിയായിട്ട് നിലനിർത്താം. വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് നമുക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇടയ്ക്കൊക്കെ 2-3 ദിവസം, ആഴ്ചയിൽ 2 ദിവസമൊക്കെ പുരട്ടാം. പക്ഷേ ഡ്രൈ സ്കിൻ ആയവർക്ക് 10 ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാം. ഡ്രൈ സ്കിൻ ആയവർക്ക് ഈ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആവട്ടോ, നമ്മുടെ മുഖം ഭയങ്കര വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് മുകളിൽ നിന്ന് താഴേക്ക് അടർത്തി മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തുടച്ച് നീക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുതായിട്ട് മുകളിൽ ഒരു ഹോളുണ്ടാക്കി കൊടുക്കുക മുട്ടയ്ക്ക്. എന്നിട്ട് നമുക്ക് അതിൻ്റെ വെള്ള മെല്ലെ പാത്രത്തിലേക്ക് വീഴ്ത്തണം കേട്ടോ. ഒന്നിച്ച് അങ്ങ് പൊട്ടിക്കണ്ട, കാരണം പൊട്ടിച്ച് കഴിഞ്ഞാൽ മഞ്ഞയും വെള്ളയും കൂടി സെപ്പറേറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ വെള്ളം മാത്രം എടുക്കുക. കാരണം മഞ്ഞ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ, പക്ഷേ എനിക്കിവിടെ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ മുഖമെല്ലാം കഴുകി തുടച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് തേച്ച് പിടിപ്പിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇനി മുട്ടയുടെ വെള്ള തേച്ച് പിടിപ്പിക്കുകയാണ് മുഖത്ത് കേട്ടോ. നമുക്ക് വായൻ്റെ ആ ഭാഗത്ത് ആ ചുണ്ട് ഒഴിവാക്കിയിട്ട് ബാക്കി കണ്ണിൻ്റെ തടത്തിൻ്റെ താഴെയും ഒഴിവാക്കുക. ബാക്കി എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് പിടിപ്പിക്കും. മുഖത്ത് മൊത്തം പുരട്ടി വെച്ചു കേട്ടോ മുട്ടയുടെ വെള്ളം. ഇതിങ്ങനെ ഇപ്പം തന്നെ ഇങ്ങനെ വലിയാൻ തുടങ്ങുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല വലിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ മുഖം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി നല്ല പോലെ ഇങ്ങനെ വലിഞ്ഞു വരും കേട്ടോ. ആ സമയത്ത് നമ്മളിത് കുറച്ച് വെള്ളം കൊണ്ട് ഒപ്പി ഇങ്ങനെ കഴുകിക്കളയുക. അപ്പം നല്ല പോലെ ഇങ്ങനെ വലിയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നല്ല പോലെ ഇവിടെ കുറച്ച് ഉണങ്ങാൻ ബാക്കിയുണ്ട്. ബാക്കി ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നല്ല പോലെ വലിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തേച്ചതിന് ശേഷം നിങ്ങൾക്ക് പണി ഒക്കെ എടുത്ത് നടക്കാം. ഇതിന് വേണ്ടിയിട്ട് അടങ്ങിയിരിക്കുകയൊന്നും വേണ്ട. നമ്മളങ്ങനെ വീട്ടിൽ ഇത്രയും സമയം പണിയുണ്ടല്ലോ, അപ്പോൾ ഇനി ഇതിനായിട്ടിരിക്കാൻ സമയം ഇല്ല എന്ന് വിചാരിച്ച് ഇരിക്കണ്ട. കാരണം ഇത് തേച്ച് പിടിപ്പിക്കേണ്ട ഒരു പണിയേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് എന്തിനും പോവാം. പിന്നെ അത് നമുക്ക് വലിഞ്ഞു വരുമ്പോൾ നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. കുറച്ചൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. നമുക്കിപ്പോൾ മഞ്ഞ എടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. മഞ്ഞ വേണ്ടവർക്ക് മഞ്ഞ എടുക്കാം, പക്ഷേ എനിക്കതിൻ്റെ സ്മെല്ല് അത്രയ്ക്കങ്ങ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. വേണ്ടവർക്ക് അത് സഹിക്കാൻ പറ്റുന്നവർക്ക് മഞ്ഞയുടെ സ്മെല്ലാണല്ലോ, ഭയങ്കര സ്മെല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിന്നെ ഇതിന് തന്നെ ചെറിയൊരു സ്മെല്ലുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ മുഖത്തിന് വേണ്ടിയല്ലേ, നമ്മുടെ മുഖം ഒന്ന് സ്കിന്നിന് വേണ്ടിയിട്ടല്ലേ നല്ല രീതിയിൽ നിൽക്കാനും
ഒക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല കേട്ടോ, അത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല പോലെ ഇവിടെ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ, വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നല്ലൊരു കോട്ടൺ ഉപയോഗിച്ചിട്ട് തുടച്ച് എടുക്കാൻ പോവുകയാണ്. ഇത് നനച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നനച്ച് കൊടുക്കുക. വലിഞ്ഞിട്ടുണ്ട്, നല്ല പോലെ വലിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ നനച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒപ്പി എടുക്കുക, ആദ്യം നനച്ച് കൊടുക്കുക, എന്നാലേ കഴുകാൻ നമുക്ക് എളുപ്പമുണ്ടാവുള്ളൂ. ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ വലിഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ മുഖം എല്ലാം നല്ലപോലെ കഴുകി വന്നു കേട്ടോ. അപ്പോൾ വെറുതെ കഴുകിയാൽ മതി നിങ്ങളിപ്പോൾ. പിന്നെ നമുക്ക് സ്മെല്ലെല്ലാം അങ്ങനെ വെറുതെ കഴുകുമ്പോഴത്തേക്കിനെ പോകുന്നുണ്ട്. ആദ്യം ഒന്ന് കോട്ടൺ കൊണ്ട് ഒന്ന് നനച്ച് വെക്കുക, പിന്നെ നമ്മൾ വാഷ് ബേസിനിൽ പോയിട്ട് മുഖം കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ തൊലി ഇങ്ങനെ തൂങ്ങുന്നതിനും അതുപോലെ ഏജ് തോന്നിക്കുന്നതും എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പുരട്ടിയിട്ട് കഴുകിക്കളയാം. എന്നിട്ട് വേണമെങ്കിൽ കുളിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.